ഓക്കെ പോവാം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗംഗ. ഇന്ന് ജൂൺ 5 മോനുടെ സ്കൂൾ തുറക്കുന്ന ദിവസം. 2-2.5 മാസം വീട്ടിലിരുന്നിട്ടാണ് ഇപ്പോൾ സ്കൂളിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതേ സമയം ആൾ ചിരിച്ചുകൊണ്ടൊക്കെ പോയെങ്കിലും പിന്നീട് കുറേ നാളത്തേക്ക് കുറച്ച് കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്താവുമെന്ന് അറിയത്തില്ല, നോക്കണം. പിന്നെ പുറത്ത് നല്ല രീതിയിൽ കോളും കാണിക്കുന്നുണ്ടായിരുന്നു, മഴക്കോള് പോലെ ഒന്ന് അടങ്ങി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുമെന്നൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു, കാരണം നനഞ്ഞുകൊണ്ട് പോകണ്ടേ. അങ്ങനെ നേരെ അടുക്കളയിലോട്ടാണ് ചെന്നത്. നേരത്തെ ജോലികളെല്ലാം തീർക്കണമല്ലോ, മോനിട്ടനെ സ്കൂളിൽ അയക്കണം. മീൻ വണ്ടി വന്നപ്പോൾ അമ്മ പോയി മീൻ വാങ്ങിച്ചു. ട്രോളിങ് ജൂൺ 6 മുതൽ തുടങ്ങുമെങ്കിലും ജൂൺ 5 മുതലേ ബാധിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ ഭയങ്കര വില, ഒരു രക്ഷയില്ല. ഇത്ര മീൻ തന്നെ 100 രൂപയാണ് കേട്ടോ. അപ്പം മീനിന്റെ കാര്യമൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, ഈ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന്. പിന്നെ കറി വെക്കാനുള്ള വകകൾ നോക്കണം. ഭരതന്നൂരിൽ നിന്ന് വല്ലിച്ചിന്റെ വീട്ടിൽ നിന്ന് ചേനത്തണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവനെ ഇന്ന് അടിച്ച് നുറുക്കി തോരനാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല ഈ ഒരു ഐറ്റം കേട്ടോ, ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. രാവിലെ ചായ കുടിച്ചു. ചായ കുടിച്ചാലേ എന്തെങ്കിലുമൊക്കെ ജോലികൾ അങ്ങോട്ട് നീങ്ങത്തുള്ളൂ. അപ്പൊ ചായ കുടിച്ചിട്ട് ആ ദിവസം അങ്ങോട്ട് തുടങ്ങാന്ന് കരുതി. കഴിഞ്ഞ വർഷം ഇതേ സമയം മോനോടെ സ്കൂളിൽ പോയതാണ് കേട്ടോ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരു ദിവസം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് 2 മാസത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങ് ശീലമായി കേട്ടോ. ഇന്നിപ്പോൾ കുറേ സാധനങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നുണ്ട്. സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടത്തോടെ കൂടി നിൽക്കുകയാണ്. ഇന്ന് രാവിലത്തെ ഐറ്റം ചപ്പാത്തിയാണ്. കുറേ നാളായി കേട്ടോ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നതാണ്. എനിക്ക് ഇവിടെ ഇരുന്നാലും സത്യം പറയാൻ മാവ് കുഴയ്ക്കാൻ ഒരു ഏതാ കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഇരുന്നതാണ് കേട്ടോ. അമ്മ ആ സമയത്ത് മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്തൊക്കെയോ അമ്മയോടും പറഞ്ഞിട്ട് ഞാനും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. മോനോട്ടിന് സാധാരണ സ്കൂൾ ബസ് വരുന്ന ടൈം 8:30 മണിയാണ്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്നത്തിരി ലേറ്റായിട്ട് ചെന്നാൽ മതി, അല്ലെങ്കിൽ ഇന്ന് സ്കൂൾ ബസ്സിൽ വിടുന്നില്ല. മോനോട്ടിനെ ഞാൻ കൊണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഫസ്റ്റ് ഡേ അല്ലേ. പിന്നെ മോനോട്ടിനെ ഇന്നിപ്പോൾ ഫുൾ ഡേ ക്ലാസ് ഉണ്ട് കേട്ടോ, വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ ഉച്ചവരെ ഇരുത്തുന്നുള്ളൂ, കാരണം മോന് ചെറുതായിട്ട് സ്കിൻ അലർജി ഉള്ളത് കൊണ്ട് അവൻ ഇങ്ങനെ ഇരിക്കുമ്പം ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ചിലപ്പോൾ ഇത്തിരി വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് ചൊറിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് വരാമെന്ന് കരുതി. മോനുടെ നല്ല ഉറക്കത്തിലാണ്. ഞാനും അമ്മയും കൂടെയാണ് കിണങ്ങി ശ്രമിക്കുകയാണ് മോനട്ടനെ ഒന്ന് എണീപ്പിക്കാൻ. കാരണം 2-2.5 മാസം കൊണ്ടേ അവന് തോന്നിയ സമയത്തൊക്കെയാണ് എണീക്കുന്നത്. പൊതുവേ ഈ വെക്കേഷൻ ടൈം ഒന്നും നമ്മൾ മോനട്ടനെ കുത്തിയിളക്കി എണീപ്പിച്ചിട്ടില്ല. അവന് തോന്നുന്ന സമയത്ത് നല്ല മൂഡിൽ എണീറ്റ് വരട്ടെ എന്ന് വിചാരിച്ചു. കാരണം ചില സമയം എണീക്കുമ്പോൾ ഭയങ്കര ഒരു നാറ സ്വഭാവമാണ് കേട്ടോ. അതുകൊണ്ടാണ് അവന് തോന്നുന്ന സമയത്തിൽ നല്ല മൂഡിലായിട്ട് എണീറ്റ് വരട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷേ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്കങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല, കാരണം സ്കൂൾ ബസ് വരും, അല്ലെങ്കിൽ തന്നെ ആ ഒരു റുട്ടീനിൽ അങ്ങ് പോകുന്നതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് ഞാൻ അവനെ കുത്തിയിളക്കും. രാവിലെ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിപ്പിച്ചാണ് കേട്ടോ എണീപ്പിച്ചത്. പക്ഷെ അതൊന്നും ഈ വീഡിയോയിലില്ല. ഞാൻ ഡാൻസൊക്കെ കളിക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓടിത്തള്ളും, പാട്ടൊക്കെ പാടുന്ന വീഡിയോ. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ ആളെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആവുന്നത്ര ശ്രമിച്ചു എന്ന് വേണം പറയാൻ. മോനോട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിൽക്കൊക്കെ നടക്കത്തില്ല. അതുകൊണ്ട് അതുവരെയുള്ള ജോലികൾ ഞാൻ അമ്മയ്ക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ഞാൻ മോനോട്ടിൻ്റെ അടുത്ത് പോകുന്നത്. അമ്മ ദാ ചപ്പാത്തി പരത്തുന്നുണ്ട്. ചപ്പാത്തി പരത്തിയിട്ട് ഇങ്ങനെ വയ്ക്കും, ഞാനാണ് ചപ്പാത്തി ചുടുന്നത് കേട്ടോ. അങ്ങനെ മോനോട്ടിനെ റെഡിയാക്കി കാപ്പിയൊക്കെ കൊടുത്ത് ബുക്കുകളൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഈ ബുക്കുകൾ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഏട്ടൻ ക്ലാസ്മേറ്റിന്റെ ബുക്കിൽ മോനിട്ടന്റെ ഫോട്ടോ കസ്റ്റമൈസ്ഡ് ചെയ്ത് ചെയ്യിപ്പിച്ചതാണ്. 6 ബുക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ പറഞ്ഞിരിക്കുകയാണ്, അതിലൊരു ബുക്ക് നീ കൊടുത്തയക്കണമെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതൊന്നും അവിടെ അലൗഡ് ആയിരിക്കില്ലെന്ന്. അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഒരു ബുക്ക് കൊടുത്തയച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നൈസാൻ ചേട്ടൻ മീൻ കൊണ്ടുവന്ന് ചാളയും കൊഞ്ചുണ്ടായിരുന്നു, നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഞാൻ 2 പങ്കായിട്ട് വാങ്ങിച്ചു. പിറ്റേ ദിവസത്തേക്കൊക്കെ എടുക്കാമല്ലോ എന്ന് കരുതി. ചേട്ടൻ വരുമ്പോൾ കുറച്ച് താമസിച്ചിട്ടാണ് വന്നത്. പിന്നെ മോനിട്ടൻ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് സഹകരിച്ച് പോയി കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുതിയ ബാഗും പുതിയ യൂണിഫോം ഇല്ലേ, പിന്നെ കുഴപ്പമൊന്നുണ്ടാവോ? എല്ലാവർക്കും ഈ പുതിയ ഡ്രസ്സ് ഇട്ടോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ആ ഫസ്റ്റ് ഡേ. സത്യം പറയാൻ മോനിട്ടൻ റെഡി ആയിട്ട് നിന്നപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കരമായിട്ടൊരു കൊതി തോന്നി കേട്ടോ. ഇനിയിപ്പോൾ കൊതിച്ചിട്ടേ കാര്യമുള്ളൂ, ഇനിയിപ്പോൾ അതൊന്നും നടക്കാൻ പോകില്ല. ഇതാണ് മോനിട്ടൻ്റെ സ്കൂള്, ജ്യോതിസ് സെൻട്രൽ സ്കൂള്. ഇവർക്ക് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. കഴക്കൂട്ടത്തുണ്ട്, അല്ലാതെ പല ഇടങ്ങളിലായിട്ട് ബ്രാഞ്ചുകളുണ്ട്. പക്ഷെ വെഞ്ഞാറമൂട്ടിൽ ഇപ്പൊ റീസെന്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇവിടുത്തെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളായിരുന്നു. ഇതിനു മുമ്പ് വേറൊരു സ്ഥലത്തായിരുന്നു, വേറൊരു വീട്ടിലായിരുന്നു. ഇപ്പൊ അവിടെ നിന്നൊക്കെ മാറി സാറിങ്ങനെ വസ്തുവൊക്കെ വാങ്ങിച്ചു
ഇപ്പം കെട്ടിടത്തിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ ഇവർക്ക് ഉള്ള ക്ലാസ്സുകൾ നേരത്തെ അവിടെ കെട്ടിത്തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ. മോനോടനോട് ഭയങ്കര കാര്യമാണ്. എല്ലാവർക്കും ധ്രുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എല്ലാ ടീച്ചേഴ്സും മോനോടനെ കണ്ടപ്പോഴത്തേക്കും ചിരിയും കാര്യങ്ങൾ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അവന് എല്ലാവരെയും വലിയ കാര്യമാണ്. അവന്റെ ക്ലാസ് ടീച്ചറിനോടാണ് അവന് കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചർ അല്ല ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ. അപ്പൊ അതിന്റെ സങ്കടം അവനും ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെക്കേഷൻ ആയപ്പോഴും ടീച്ചറുമായിട്ട് വാട്സപ്പിൽ ചാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോനെ ടീച്ചറിന്റെ കൈകളിലോട്ട് കൊടുത്ത് അവൻ ഇങ്ങനെ നടന്നു പോയ സമയം ഉണ്ടല്ലോ, അത് ഇപ്പൊ ഒരു പക്ഷേ ഞാൻ വീട്ടിലാണ് ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ വിഷമമായി പോയേനെ. പക്ഷേ ഇപ്പൊ ഞാൻ ജോലിക്ക് ഇറങ്ങി പോകണോണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വീട്ടിൽ ഇരിക്കണേക്കാളും ബെറ്റർ എനിക്ക് എന്തുകൊണ്ടും തോന്നുന്നത് സ്കൂളിൽ പോണതായിരിക്കും എന്ന്. കാരണം വീട്ടിൽ എപ്പോഴും മൊബൈല്, TV അങ്ങനത്തെ കുറെ ഇതായിരിക്കും. എപ്പോഴും വീട്ടിൽ തന്നെയാണ്. അവന്റെ കാറ്റഗറിയിലുള്ള കുട്ടികളായിട്ടുള്ള കളിയോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ആ പരിസരത്ത് പോലും അങ്ങനത്തെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരില്ല കേട്ടോ, കുട്ടികളില്ല കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയത്. പിന്നെ വെക്കേഷൻ ടൈമായിട്ട് എങ്ങോട്ടും കൊണ്ടുപോകാനും പറ്റിയിരുന്നില്ല. എനിക്ക് ജോലിയും കാര്യങ്ങളും എനിക്ക് എക്സ്ട്രാ ലീവ് പോലും എടുക്കാൻ പറ്റാണ്ടായിപ്പോയി. പിന്നെ അമ്മയ്ക്കൊക്കെ കൂടെ ഇരുന്ന് കളിപ്പിക്കാന്ന് വെച്ചാൽ അവർക്കൊക്കെ ഒരു പരിധിയുണ്ട്. അതിനേക്കാൾ അപ്പുറം ഒന്നും ഭയങ്കര പാടാണ്. എപ്പോഴും 24 മണിക്കൂർ ഇവന്റെ കൂടെ ഇരുന്ന് കളിക്കാനൊന്നും പറ്റത്തില്ല. ഒരുപാട് കാര്യങ്ങൾ കാണത്തില്ലേ. അപ്പൊ അതിന്റെയൊക്കെ എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്കൂൾ തുറക്കണതിനോട് എനിക്ക് യോജിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രയും നേരം അവൻ അത്രയും എൻഗേജ്ഡ് ആവുമല്ലോ എന്നോർത്ത് മാത്രം. പിന്നെ അവിടെ ഈ പ്രെയർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. മോനോട് രാവിലെ 8 മണിയായപ്പോഴേക്കും ലൈറ്റ് ആയിട്ട് ഒരു അപ്പത്തിന്റെ പകുതി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാപ്പി കൊടുത്തയച്ചിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് ഒന്നും ആഹാരം കൊടുത്തയച്ചിട്ടില്ല. കാരണം ഈ ഉച്ചയ്ക്ക് അവനെ വിളിച്ചോണ്ട് വരികയാണ്. അതുകൊണ്ടാണ്. ഇപ്പോൾ ഏതാണ്ട് എല്ലാം ഭേദമായിട്ട് വരണം. പക്ഷെ വീണ്ടും അത് ചൊറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് പ്രശ്നമാവുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം വരെ എടുത്താത്തത് കേട്ടോ. ഇവിടെ കെട്ടിടത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഉടനെ തന്നെ പരിപാടികളെല്ലാം തീരും. സാറിന്റെ എല്ലാ ബ്രാഞ്ചും സാറ് ഇങ്ങനെ പതുക്കെ കെട്ടി ഉയർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ മോനോടനെ സ്കൂളിലൊക്കെ ആക്കിയിട്ട് വന്ന് സങ്കടം എന്തൊരു മനസ്സിനകത്തൊരു വെയിറ്റ് പോലെ. അത് കാര്യമെന്ന് വെച്ചാൽ അറിയത്തില്ല, മനസ്സിനകത്തൊരു വെയിറ്റ് പോലെ. ഇനിയിപ്പം എന്തോ വാക്കുകൾ കിട്ടുന്നില്ല. പോട്ടെ. എനിക്കിനി നേരെ ഇവിടെ കുട വാങ്ങിക്കാൻ പോകണം. മോനോട്ടൊരു കുട വാങ്ങിക്കണം. സാധാരണ ഞാൻ കുട വാങ്ങിക്കണ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ചേട്ടനായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണെങ്കിൽ ഞാൻ എടുക്കും. അത് ഞാൻ പിന്നീടില്ല. അല്ലാതെ ചേട്ടൻ്റെ അടുത്തുനിന്ന് ഒരു കുട വാങ്ങിച്ചിട്ട്, മോനോട്ടനാണ് കുട. നമുക്കൊക്കെ സാധാരണ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം. അപ്പോൾ കുട വാങ്ങിച്ചിട്ട് നേരെ ജോലി സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാം. അങ്ങനെ മോരുടെ സ്കൂളിലാക്കിയതിന് ശേഷം ഞാൻ നേരെ ഒരു കുട വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ കുട വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ ശ്രീസ് എന്ന് പറയുന്നത് കുടകളും പേനകളും ഒക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന, പേപ്പർ കുടകളൊക്കെ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലാണ്. ചേട്ടൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ചേട്ടൻ ഞാൻ അവിടെ ചെന്ന സമയത്തില്ലേന്ന്, ചേട്ടൻ്റെ അമ്മയാണ് പിന്നെ ഉണ്ടായിരുന്നത്. ചേട്ടൻ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേട്ടൻ ഞാൻ വരുമെന്ന്. പക്ഷേ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് എടുക്കാം. ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോസ് കാണിച്ചു തന്നതേ ഉള്ളൂ. ചേട്ടന് ഈ ഇഷ്ടംപോലെ കുടകളും പരിപാടിയും എല്ലാം ഉണ്ട്. അപ്പോൾ ചേട്ടൻ തിരക്കായതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ വേണ്ടിയിട്ട് ചേട്ടൻ ഇരുന്ന് തരാത്തത്. പക്ഷെ ചേട്ടന്റെ കുടകളുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ലാസ്റ്റ് ചെയ്യും, പെട്ടെന്നൊന്നും കംപ്ലൈന്റ് ആവത്തില്ല. അതുപോലെ തന്നെ വിലയും വളരെ കുറവാണ്. സാധാരണ കുടകൾക്കൊക്കെ പെട്ടെന്ന് ഇല്ലാതാവും. പക്ഷെ ഞങ്ങൾ 2 വർഷം മുമ്പ് വാങ്ങിച്ച കുട ഇന്ന് വരെയായിട്ട് ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. മെറ്റീരിയലിനാണെങ്കിലും ആ കുട കമ്പികൾക്കാണെങ്കിലും. ചേട്ടൻ്റെ പ്രതീക്ഷയാണ് പോയത്. അപ്പോൾ ചേട്ടൻ ഇല്ല. ഞാൻ ചേട്ടനെ വിളിച്ചില്ല, മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഞാൻ ഇങ്ങനെ വരുമെന്ന്. അപ്പോൾ ചേട്ടൻ രാവിലെ സിറ്റിയിലോട്ട് കണ്ടാൽ പോയത്. അങ്ങനെ കുട വാങ്ങിച്ചു. ഇനിയിപ്പോൾ 12 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ മോനോട്ടനെ പോയി വിളിക്കും. ഇപ്പം നേരെ ഞാൻ ജോലി സ്ഥലത്താണ് പോണത്. കാരണം അവനങ്ങനെ വൈകുന്നേരം ഇന്നത്തെ ദിവസം ഞാൻ ഇരുത്തണില്ല. നാളെ മുതൽ ഫുൾ ഡേ അവൻ ബസ്സിൽ പോട്ടെ എന്ന് വിചാരിച്ചു. ഞാനങ്ങനെ നേരെ പോയത് ജോലി സ്ഥലത്തോട്ടാണ്. ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ കരുതി സ്കൂളിൽ ചെന്നിട്ട് ഉച്ചയ്ക്ക് വിളിക്കുന്ന ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഉച്ച ആയപ്പോഴത്തേക്കും ഞാൻ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങി നേരെ സ്കൂളിലോട്ട് പോയി. അപ്പോൾ അവിടെ ഒരു ലഞ്ച് ബ്രേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോനോട്ടൊരു സ്കൂളിൽ ഞാൻ ലഞ്ചായിട്ടൊന്നും കൊടുത്ത് അയച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഉച്ചയ്ക്ക് വിളിച്ചിട്ട് പോകുകയല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ മോനോട്ട് ബാത്റൂമിൽ പോയിരിക്കുകയെന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേക്കും മോനോട്ട് ഓടി വരുന്നുണ്ടായിരുന്നു. ആദ്യം എന്നെ കണ്ടില്ല, പിന്നീടായപ്പോൾ എന്നെ കണ്ടു. അങ്ങനെ ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ, സീ യു.